കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പരിശോധന ശക്തമാക്കി സ്റ്റാറ്റിക് സർവേലൻസ് ടീം. തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സംഘം. കേരളം തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സാഹചര്യത്തിൽ കള്ളപ്പണം, ലഹരി വസ്തുക്കൾ, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയുകയാണ് സ്റ്റാറ്റിക് സർവേലൻസ് ടീമിന്റെ ലക്ഷ്യം. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഒരു പോലീസ് ഓഫീസർ, ഒരു വീഡിയോഗ്രാഫർ എന്നിവരാണ് വാഹനം കൂടി അനുവദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് സർവേലൻസ് ടീമിൽ ഉള്ളത്. നാടുകാണിയിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ചുമതലയുള്ള സി അജിത് കുമാർ, SI NP സുരേഷ്, BSF ഉദ്യോഗസ്ഥർ, വീഡിയോഗ്രാഫർ എന്നിവരാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 1,00,000 രൂപ മുതലുള്ള പണം യാത്രക്കാരുടെ കൈവശമുണ്ടെങ്കിൽ, വ്യക്തമായ രേഖകൾ ഒപ്പമില്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെടുക്കും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ 3 സ്റ്റാറ്റിക് സർവേലൻസ് ടീമാണ് ഉള്ളത്. കുപ്പം, മയിൽ, നാടുകാണി എന്നിവിടങ്ങളിലാണ് ഇവർ പരിശോധന നടത്തുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ പണവും മദ്യവും മയക്കുമരുന്നും ഒഴുകുന്നതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ നിയോജക മണ്ഡലത്തിലും 3 വീതം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനാ ടീമിനെ ഏർപ്പെടുത്തിയത്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കുപ്പം, നാടുകാണി, മയ്യിൽ എന്നീ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ടീമുകളെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ടീമിലും 4 വീതം അംഗങ്ങളാണ് ഉൾപ്പെടുത്തപ്പെട്ടത്. സായുധ സേനയുടെ സേവനം ഇന്നു മുതലാണ് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് ഓരോ കേന്ദ്രത്തിലേക്കും 4 വീതം ഒരേ സമയം 4 വീതം അംഗങ്ങളടങ്ങുന്ന സായുധ സേനാ ടീം അംഗങ്ങളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിലെ നാടുകാണിയിൽ യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് സ്റ്റാറ്റിക് സർവേലൻസ് ടീം കടത്തിവിടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.